ബഹുമാനപ്പെട്ട ശ്രീ റോബിൻസൺ സാർ, കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ ബധിര വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞുനിന്ന ശ്രീ റോബിൻസൺ സാർ 2025 മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഔദ്യോഗിക രംഗത്ത് അദ്ദേഹം ഇടപെട്ട വിവിധ രംഗങ്ങളെ കോർത്തിണക്കിയ വീഡിയോ പ്രസൻറ്റേഷൻ. വസന്തകാലത്തെ അടയാളങ്ങൾ. 1969 ജനുവരി 8 തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാൽ വില്ലേജിലെ അരുവിയോട് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് ശ്രീ പൊന്നൂസ് ശൈശവകാലത്ത് തന്നെ നഷ്ടപ്പെട്ടു. മാതാവായ ശ്രീമതി സിൽവിയുടെയും പിതൃമാതാവായ ശ്രീമതി ജാനകിയുടെയും സംരക്ഷണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം. അദ്ദേഹത്തിൻ്റെ LP സ്കൂൾ വിദ്യാഭ്യാസം നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിലെ മൂവേരിക്കര LP സ്കൂളിലും UP സ്കൂൾ വിദ്യാഭ്യാസം കോട്ടുകോണം LMS UPSലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കാരക്കോണം PPMHSലുമായി നടത്തപ്പെട്ടു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ധനുവച്ചപുരം VTM NSS കോളേജിലായിരുന്നു. തുടർന്ന് തിരുവല്ല സെൻറ് തോമസ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും TTCയും കരസ്ഥമാക്കി. ബധിര വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകൃഷ്ടനായ അദ്ദേഹം CSI സഭയുടെ വാളകത്ത് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെൻറ്ററിൽ നിന്നും D.Edും പാസ്സായി. ഹിസ്റ്ററി ഐച്ഛിക വിഷയമായി എടുത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടുകയുണ്ടായി. B.Ed പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള RB ടീച്ചർ ട്രെയിനിംഗ് കോളേജിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ താങ്ങായി തണലായി നിന്നിരുന്നത് കാരാമൂല എന്നറിയപ്പെടുന്ന കുടുംബത്തിലെ ശൈലജ ടീച്ചറും ഇതര കുടുംബാംഗങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഉയർച്ചയ്ക്ക് സഹായിച്ചതും അനുഗ്രഹിച്ചതും നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകയും അധ്യാപികയുമായിരുന്ന ഹെലൻ ടീച്ചറുടെ അനുഗ്രഹാശംസകളായിരുന്നു. മാർത്തോമ സഭയിലെ പുരോഹിതനായിരുന്ന റവറൻഡ് ഡോക്ടർ സണ്ണി ജോർജ് അച്ഛനുമായുള്ള ബന്ധവും സഹവാസവും ശ്രീ റോബിൻസൺ സാറിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. സഭയുടെ ബിഷപ്പുമാരായ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത, റൈറ്റ് റവറൻഡ് ഡോക്ടർ യുയാഹീം മാർ കൂറിലോസ് സഫ്രഗാൻ മാർത്തോമ മെത്രാപ്പോലിത്ത എന്നിവരോടൊപ്പം ചെറിയൊരു കാലഘട്ടം ജീവിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ബധിര വിദ്യാഭ്യാസ രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് 1991 കാസർഗോഡുള്ള മാർത്തോമ ബധിര വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവേശിപ്പിച്ചത് ആ വിദ്യാലയത്തിലെ പ്രഥമ അധ്യാപകനായിരുന്ന ശ്രീ സക്കറിയ തോമസ് അവർകൾ ആയിരുന്നു. 6ാം ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകനായി ചാർജ് എടുത്തതും ഷൈജു എന്ന വിദ്യാർത്ഥിക്ക് ആദ്യമായി സ്പീച്ച് തെറാപ്പി നൽകിയതും സിസിലി ദേവസ്യ എന്ന വിദ്യാർത്ഥിനി സൈൻ നെയിം നൽകിയതും അദ്ദേഹം ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. കാസർഗോഡ് മാർത്തോമ ബധിര വിദ്യാലയത്തിലെ 9 വർഷത്തെ സേവനത്തിന് ശേഷമാണ് 1999 തിരുവനന്തപുരം ജഗതി ഗവൺമെൻറ് ബധിര വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവേശിച്ചത്. അദ്ദേഹം സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുന്ന കാലത്ത് പ്രധാന അധ്യാപികയായിരുന്നു ശ്രീമതി പത്മകുമാരി ടീച്ചർ. അങ്ങനെ 1991 ജൂൺ 6 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തെ വസന്തകാലം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ശ്രീ റോബിൻസൺ സാറിൻ്റെ വസന്തകാലം എന്നത് ആംഗ്യങ്ങളുടെയും അടയാളങ്ങളുടെയും മുദ്രകളുടെയും കരചലനങ്ങളുടെയും സുഗന്ധം നുകർന്നുകൊണ്ടുള്ള ജൈത്രയാത്രയായിരുന്നു. അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയ നേർക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. വസന്തകാലത്തെ അടയാളങ്ങൾ. നമസ്കാരം.
എനിക്ക് കുറച്ച് അതിശയം തോന്നി. എൻ്റെ ചെറുപ്പക്കാരൻ ഫ്രണ്ട് റോബിൻസൺ റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അതിശയപ്പെട്ടു. കാരണം റോബിൻസണിനെ പോലെ ഒരാള് ടയേർഡല്ല, അപ്പൊ എങ്ങനെ റിട്ടയർഡ് ആവും എന്നാണ് ചോദ്യം. പക്ഷെ അദ്ദേഹം എന്തായാലും 1991 കാസർഗോഡിലത്തെ മാർ തോമസ് സ്കൂൾ ഫോർ ദ ഡെഫിൽ ആരംഭിച്ച ഈ അധ്യാപകരുടെ കരിയർ ഇന്ന് അവസാനിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ എല്ലാ സേവനത്തിനു വേണ്ടി ഒരു അപ്രീസിയേഷൻ പറയാനും ആശംസ പറയാനുമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. റോബിൻസൺ 1997 അദ്ദേഹത്തിന്റെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ തിരിച്ചെത്തി. അവിടെ ജനിച്ചു വളർന്ന, ഈ പഞ്ചായത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിട്ടാണ് റോബിൻസൺ കാസർഗോഡിലേക്ക് പോയത്. പക്ഷെ 97 മുതൽ ഈ 28 വർഷക്കാലം നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടാണ് സേവനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കുട്ടികളെ നോക്കി, അവരെ പഠിപ്പിച്ചു, അവരെ നന്നാക്കി എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ഓരോരോ കാര്യത്തിന്, അത് അധ്യാപകരുടെ സംഘടനയായ ശരി, സ്കൂളുകളുടെ ആവശ്യങ്ങളായ ശരി, ചില ഹ്യൂമാനിറ്റേറിയൻ വിഷയങ്ങൾ വന്നാൽ അവർക്ക് സഹായം നൽകുന്ന കേസായ ശരി, എല്ലാറ്റിനും റോബിൻസൺ മുൻകൈയെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ 16 വർഷക്കാലം MP ആയിട്ട് നിൽക്കുമ്പോൾ ഓരോരോ വിഷയങ്ങൾ, സാമൂഹ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് അടക്കം അതിനുവേണ്ടി വാദിക്കാൻ നിൽക്കുന്ന എൻ്റെ സ്വന്തം റോബിൻസൺ എല്ലാ വിധത്തിലും ജനങ്ങളൊപ്പം നിന്ന ഒരു സേവനക്കാരൻ, ഒരു ജനസേവനത്തിൽ വിശ്വസിക്കുന്ന ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ കരിയറിനെ വിട്ടുപോയി റിട്ടയർ ചെയ്തു എന്ന് കേട്ടാൽ കൂടി എനിക്കൊരു സംശയവുമില്ല, അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കും. അത് പഞ്ചായത്തിലും നഗരത്തിലും സംസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന എനിക്ക് ഒരു സംശയവുമില്ല. ഒരിക്കലും കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ റോബിൻസന്റെ ഭാവിക്കും, അദ്ദേഹത്തിന്റെ എല്ലാ വിധത്തിലുള്ള ജീവിതം നന്നായി നടക്കട്ടെ. ഇനിയും ദൈവം അദ്ദേഹത്തിന് ദീർഘായുസം കൊടുത്തിട്ട് ജനസേവനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ് റോബിൻസൺ. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, ജഗതി ഭദ്ര വിദ്യാലയത്തിൽ നിന്നും ഈ വർഷം റിട്ടയർ ചെയ്യുന്ന റോബിൻസൺ മാഷക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ കുട്ടിയുടെ സർവോന്മുഖമായ വികാസത്തിന് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും അഹോരാത്രം പ്രവർത്തിച്ച ഒരു അധ്യാപകനാണ് റോബിൻസൺ മാഷ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിലും സ്പെഷ്യൽ അധ്യാപകർക്കുള്ള പരിശീലന പരിപാടികളിലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലുമൊക്കെ വളരെ മുൻപന്തിയിൽ പ്രവർത്തിച്ച ഒരു അധ്യാപകനാണ് റോബിൻസൺ മാഷ്. സ്കൂളിലെ കുട്ടികളുടെ കാരിയർ ആൻഡ് ഗൈഡൻസിന് വേണ്ടിയും അവരുടെ തൊഴിൽ സാധ്യത മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽ ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തുന്നതിലുമൊക്കെ നമ്മുടെ റോബിൻസൺ മാഷ് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ കൂടുതൽ തിളങ്ങാൻ മാഷക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട റോബിൻസൺ സാറ് 1991 കാസർഗോഡ് ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത്. തുടർന്ന് ബദിര വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനം നേടുകയും 1999 വരെ പ്രസ്തുത സ്കൂളിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. ഒരു മികച്ച അധ്യാപകനും നല്ല സംഘാടകനുമായ സാറിൻ്റെ പ്രവർത്തനങ്ങൾ അക്കാലത്തെ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായി. കല, സാഹിത്യ, കായിക രംഗങ്ങളിലെ കഴിവുകളും ബദിരരുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താനുള്ള പ്രാവീണ്യം കൊണ്ട് സാർ ബദിര വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരനായി. സാറിലൂടെ ലഭിച്ച എല്ലാവിധ സേവനങ്ങളെയും ഈ അവസരത്തിൽ നന്ദി അനുസ്മരിക്കുന്നു.
വിരമിക്കുന്ന റോബിൻസൺ. അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിലേറെ കാലം അധ്യാപന രംഗത്തും സംഘടനാ രംഗത്തും സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കിയാണ് സർവീസിന് വിരമിക്കുന്നത്. GST എന്ന സംഘടനയുടെ കടന്നു വരികയും KPST എന്ന സംഘടന ശക്തമായ പ്രവർത്തനം നടത്തുകയും ചെയ്ത വ്യക്തിത്വത്തിന് ഉടമയാണ് റോബിൻസൺ. അധ്യാപന മേഖലയിൽ വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നല്ലൊരു സംഘാടകൻ, മികച്ച വാക്കി, നല്ല ഒരു അധ്യാപകൻ എന്നീ നിലകളിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്താൻ സാധിച്ച വ്യക്തിത്വം കൂടിയാണ് റോബിൻസൺ. അധികാര സ്ഥാനങ്ങളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് എന്നാൽ സംഘടനയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് എക്കാലത്തും ഒപ്പമുണ്ടായിരുന്ന നേതൃപരമായ പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് റോബിൻസൺ. അദ്ദേഹത്തിന്റെ വിരമിക്കൽ ജഗതി സ്കൂളിനും അതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും KPST എന്ന അധ്യാപക സംഘടനയ്ക്കും തീരാ നഷ്ടമാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഇനി മാതൃപ്രസ്ഥാനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ഉപയോഗിക്കും. പ്രിയപ്പെട്ട റോബിൻസൺ മാഷ് നീണ്ട 35 വർഷത്തെ സർവീസിന് ജീവിതത്തിന് ശേഷം ഔദ്യോഗികമായി വിരമിക്കുകയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലും സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും ഒക്കെയുള്ള ബഹുമുഖമായ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട റോബിൻസൺ സാറിൻ്റെത്. ഒരുപാട് വർഷത്തെ ആത്മബന്ധം അദ്ദേഹവുമായി എനിക്കുണ്ട്. ഞാൻ SSCRTയിൽ റിസർച്ച് ഓഫീസറായിരിക്കുന്ന കാലയളവിൽ ജഗതി ഡഫ് ആൻഡ് ഡബ് വിദ്യാലയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് വർക്ക്ഷോപ്പുകളിലും സെമിനാറുകളിലും മറ്റ് അക്കാദമിക പ്രവർത്തനങ്ങളിലും സജീവമായി ഏർപ്പെട്ടിരുന്ന വ്യക്തിത്വമാണ്. ഞാൻ ആലോചിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന് മറ്റ് വിദ്യാലയങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ജഗതിയിലെ കേൾവി പരിമിതിയുള്ള, ശബ്ദ പരിമിതിയുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ഈ ഒരുപാട് നീണ്ട കാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു റിട്ടയർമെന്റ് ജീവിതത്തിൽ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് റോബിൻസൺ സാർ. ഈ 2025 മാർച്ചോടുകൂടി സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് അറിയുകയുണ്ടായി. SCRTയെ സംബന്ധിച്ചിടത്തോളം ശ്രവണപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ള സവിശേഷ വിദ്യാലയങ്ങളുടെ അധ്യാപക പരിശീലനത്തിൽ ദീർഘകാലം അങ്ങ് സംസ്ഥാന തലത്തിൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗമായി SCRTയെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദ്യപേപ്പർ നിർമ്മാണ വേളകളിലും റിസോഴ്സ് ഈ മേഖലയിലെ അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും വേണ്ടിയിട്ടുള്ള റിസോഴ്സ് മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിലും അങ്ങയുടെ സേവനം SCRTക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. തുടർന്നും റിട്ടയർമെന്റിന് ശേഷവും അങ്ങ് ഈ മേഖലയിൽ സജീവമായി ഈ കുട്ടികൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും പൊതുവെ പൊതുവിദ്യാഭ്യാസ മേഖലയിലൂടെ ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന റോബിൻസന് അഭിനന്ദനങ്ങൾ. ഞങ്ങൾ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് കളിച്ച് പഠിച്ചവരാണ്. ആ ചെറിയ കാലത്തെ മധുരിക്കുന്ന ഓർമ്മകൾ ഞാൻ ഇന്ന് ഓർത്തെടുക്കുന്നു. ഒരു അധ്യാപകനായി ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു സമൂഹത്തെ കൈപിടിച്ച് ഉയർത്താനായതിൽ സന്തോഷിക്കുക. ഒരുമയുടെ ലോകം ഒരിക്കലും വിരമിക്കുന്നില്ല. യാത്ര തുടരുക. പൂർത്തിയാക്കാൻ ബാക്കി വെച്ച തുടക്കങ്ങളിലേക്ക് ഒന്നുകൂടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഔദ്യോഗിക ജീവിതത്തിന്റെ ആദ്യഘട്ടം ഗവൺമെന്റ് സർവീസിൽ നിന്ന് പൂർത്തിയാക്കുന്ന പ്രിയപ്പെട്ട റോബിൻസൺ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്.
റോബിൻസൺ സാറിനെ ആദ്യമായി പരിചയപ്പെടുന്നത് വയനാട് ഡയറ്റിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സംസ്ഥാന സംഗമത്തിലാണ്. ആ സംസ്ഥാന സംഗമത്തിൽ ഒരു റിസോഴ്സ് അധ്യാപകനായി വയനാട് ഡയറ്റിൽ അദ്ദേഹത്തിന്റെ സെഷനുകളും ക്ലാസുകളും ഒക്കെ മനോഹരമായി ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. പിന്നീട് തിരുവനന്തപുരം ജഗതി വിദ്യാലയത്തിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന റോബിൻസൺ സാറിനെ ഞാൻ ഓർക്കുകയാണ്. ആ മികവിന്റെ കേന്ദ്ര പരിപാടിയിലേക്ക് പങ്കെടുക്കുവാൻ കഴിയുകയും ആ സമയത്ത് അദ്ദേഹം നടത്തുന്ന ഊർജ്ജസ്വലമായ ഇടപെടലുകളൊക്കെ എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് സമൂഹത്തെ സേവിക്കുവാൻ, ജീവിതത്തിന്റെ പ്രൊഫഷണൽ ജീവിതത്തിന്റെ 2ാം ഘട്ടത്തെ ഇഷ്ടത്തോടുകൂടി സ്വീകരിക്കുവാൻ റോബിൻസണിന് കഴിയട്ടെ എന്നും എല്ലാവിധ ആശംസകളും എന്റെ പേരിലും വയനാട് ഡയറ്റിന്റെ പേരിലും റോബിൻസൺ സാറിന് അർപ്പിക്കുകയാണ്. Robin sir is one of my bosom friend. He is a best teacher and coordinator, sincere and dedicated. He participated in number of workshops in SCC RT. His retirement is a great dose for the students in special schools in Kerala. I wish you a happy retirement life. പ്രിയപ്പെട്ട റോബിൻസൺ സാർ 2025 മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിക്കുന്ന വിവരം അറിഞ്ഞു. തന്റെ സർവീസ് കാലഘട്ടം മുഴുവൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞത് വലിയൊരു ദൈവാനുഗ്രഹമായി കരുതുകയാണ്. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. 2023 സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കോട്ടയത്ത് വെച്ച് നടക്കുമ്പോൾ ആ കലോത്സവത്തിന് പ്രോഗ്രാം കമ്മിറ്റിയുടെ വിജയത്തിന് വേണ്ടി ഏറെ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് റോബിൻസൺ സാർ. പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ചാർജ് എടുക്കുമ്പോൾ സത്യത്തിൽ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അതെങ്ങനെ നടത്തും, ആ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെക്കുറിച്ച് ഒത്തിരിയേറെ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ റോബിൻസൺ സാറിന് കഴിഞ്ഞു. എന്റെ വലങ്കയ്യായി നിന്ന് പ്രവർത്തിക്കുകയും കേരളത്തിൽ ഇതിനു മുമ്പ് നടന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളെക്കാളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ പ്രോഗ്രാം നടത്താൻ ഏറെ സന്തോഷം തോന്നി. റോബിൻസൺ സാറിന്റെ മകനടക്കം സ്പെഷ്യൽ സ്കൂൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന 40ഓളം കുട്ടികൾ ഓരോ സ്റ്റേജിലും 2 പേര് വീതം ഡ്യൂട്ടിക്ക് എത്തുകയും ആ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുകയും ചെയ്തു. നമസ്കാരം. റോബിൻസൺ എൻ്റെ ഒരു സഹപാഠിയാണ്. ഞങ്ങൾ TTC ഒന്നിച്ച് 2 വർഷം തിരുവല്ല സെന്റ് തോമസ് TTAയിൽ പഠിച്ചതാണ്. വളരെ സൗമ്യനും ശാന്തനുമായ റോബിൻസൺ ഈ വർഷം റിട്ടയർമെൻറ്റിലാണ്. മാർച്ച് 31 റിട്ടയർ ചെയ്യുന്ന റോബിൻസണ് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ജനറേഷൻസ് തമ്മിൽ ഏറ്റുമുട്ടുന്ന അറിവും വിവേകവും ഒരുപോലെ ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ടീം ഓ. അപ്പോൾ നമ്മുടെ ഓ ടീമിൽ ഇന്ന് പങ്കെടുക്കാൻ പോകുന്ന 3 പേരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സാറിലേക്ക് വരുമ്പോൾ എൻ്റെ പേര് റോബിൻസൺ എന്നാണ്.
റോബിൻസ്, ഓക്കെ, എന്താണ് സാർ ഞാൻ ചെയ്യുന്നത്? അധ്യാപകനാണ്. അധ്യാപകനാണ്. ഏതാണ് വിഷയം? എന്റെ സോഷ്യൽ സ്റ്റഡീസ് ആണ്. സാമൂഹ്യ പാഠം. സാമൂഹ്യ പാഠമാണ്. കുഞ്ഞുങ്ങൾ വളരെ ഈസി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് സോഷ്യൽ സ്റ്റഡീസ് ആണ്. ഏറ്റവും കടുകട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എല്ലാം മാത്സും ആണ്. മാത്സ്, അൽജിബ്ര ശരിയല്ല, ട്രിഗ്നോമെട്രി പറ്റുന്നില്ല. സാർ എത്രാം ക്ലാസ്സിലെയാണ്? ഞാൻ ഹൈസ്കൂളിലാണ്. ഹൈസ്കൂളാണ്. ഇപ്പോഴത്തെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് സാറിന് തോന്നി എന്താണ്? ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഈ പറഞ്ഞതുപോലെ മൊബൈലിൽ അഡിക്റ്റഡ് ആണ്. മൊബൈൽ അഡിക്റ്റഡ് ആണ് അവർ. അപ്പോൾ ഒരു ഞങ്ങളുടെയൊക്കെ പീരീഡിൽ ഞങ്ങൾക്ക് റെഫറൻസ് ആയിരുന്നു ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത്. അത് പാഠപുസ്തകങ്ങളാകാം, ലൈബ്രറി കണ്ടമാനം ഉപയോഗിക്കുന്ന ആളുകളാണ്. പത്രപാരായണം, ഞങ്ങളൊക്കെ സ്വന്തമായി പത്രമില്ലാത്ത ആളുകളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ചായക്കടയിൽ ബുക്ക് ചെയ്യും. ഒരു പ്രത്യേക സമയം ഞാൻ അതിന് വേർതിരിച്ചിരുന്ന ആളാണ്. ചായക്കടയിൽ പോയി അവരെ ഒരു ചായക്കടയിൽ മാത്രമേ അന്ന് പത്രമുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് വളർന്നു വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുട്ടികളിൽ കാണുന്നത് ഈ ഒരു റീഡിംഗ് കപ്പാസിറ്റി അവരിൽ കുറേ, റീഡിംഗ് കപ്പാസിറ്റി, വായനാശീലം വളരെ ഹൈസ്കൂൾ ലെവലിലൊന്നും കാണുന്നില്ല എന്ന് തന്നെ പറയാം. ആയിരത്തി 1993 ജോയിൻ ചെയ്ത 25 പേരടങ്ങുന്ന ഞങ്ങളിൽ ഒരുവനായ റോബിൻസൺ സാറിന്റെ റിട്ടയർമെന്റ് ദിനമാണ് 2025 മാർച്ച് 31. ഞങ്ങൾ ഒരുമിച്ചായിരുന്നപ്പോൾ ചെലവഴിച്ച സമയത്തിന്റെ ഓർമ്മകൾ പുതുമയുള്ളതും പ്രിയപ്പെട്ടതുമായി ഇന്നും തുടരുന്നു. ഞങ്ങളിൽ ഒരുവനായിരുന്നപ്പോൾ സമൂഹത്തിലെ പാവപ്പെട്ടവരോടും ഭിന്നശേഷിക്കാരോടും കാണിച്ച സഹോദരതുല്യ സ്നേഹമാണ് റോബിൻസൺ തന്റെ സേവനത്തിലുടനീളം പ്രതിഫലിപ്പിച്ചിരുന്നത്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. അതിനൊക്കെ പിന്നിൽ നമ്മൾ കണ്ട് ആസ്വദിച്ച ആളുകളാണ്. അതുകൊണ്ട് എനിക്കൊന്നും അതിനുള്ള വിശ്വാസങ്ങളുടെ ഒപ്പം നിന്ന് ചെയ്യേണ്ട ബാക്കിയൊന്നുമില്ലല്ലോ. ഞങ്ങളൊക്കെ ആസ്വദിച്ചത് എങ്ങനെയാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്, എങ്ങനെയാണ് പുരോഗതി വരുന്നത്, മനസ്സുകൊണ്ട് ഇതിനൊക്കെ സുഖിച്ച് സന്തോഷിച്ച് നടന്ന ആളുകൾ. പക്ഷെ ഇപ്പോ കലോത്സവത്തിന്റെ ഈ 17 വർഷാഘോഷമോ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഞാൻ ഒരു മൊമന്റോ റെഡിയാക്കി സാറിന്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം മണക്കാട് സ്കൂളിലാണ് ആദ്യമായിട്ട് അത് കിട്ടുന്നത്. അപ്പോൾ അടയാളപ്പെടുത്തലുകൾ ഞാൻ ശ്രദ്ധിക്കുന്നു. ശേഷം 2025 മെയ് മാസം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീ റോബിൻസൺ സാറിന് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയല്ലല്ലോ സ്പെഷ്യൽ സ്കൂൾ അധ്യാപന രംഗം. അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും മറ്റുള്ളവരോടൊപ്പം തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ സാർ വളരെയധികം യത്നിച്ചു എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുന്നു. പാളകം CSI ട്രെയിനിങ് സെന്ററിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അവര് ഉൾപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുകയും ട്രെയിനിങ് സെന്ററിന് ഒരു പ്രൊജക്ടറും ലാപ്ടോപ്പും ഒക്കെ സംഭാവന ചെയ്തു എന്നുള്ളത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തുടങ്ങി വെച്ച ശ്രീ റോബി ജെ ബഷിയാദാസ് സാറിന്റെ സ്മരണാർത്ഥം ഒരു എവർ റോളിംഗ് ട്രോഫി സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ഏർപ്പെടുത്തി എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരും തലമുറയിലെ ഒരു സ്പെഷ്യൽ സ്കൂൾ അധ്യാപകനായി സാറിന്റെ മകനെ സാറ് ആ സ്പെഷ്യൽ സ്കൂൾ അധ്യാപന രംഗത്തേക്ക് പ്രദാനം ചെയ്തു എന്നുള്ളതും വളരെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. സാർ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും സർവശക്തനായ ദൈവം എല്ലാവിധമായ നന്മകളും ചൊരിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എന്നെയും അംഗീകരിച്ചതിൽ 100 ആശംസ. ഞാനിതിനെ ഒരു ഭയങ്കര മഹത്വമായിട്ട് കാണുന്ന ആളാണ്. കേരളം അംഗീകരിച്ച, ലോകം അംഗീകരിച്ച, ഇന്ത്യയിൽ അംഗീകരിച്ച ആളുകൾ എന്നെയും നിങ്ങളെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, ഞാനൊരു സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ വന്ന ഹിയറിംഗ് ഇമ്പയർഡ് കുട്ടികളാണ് എന്റെ വിഭാഗത്തിൽ പെടുന്നത്.
കാസർഗോഡിന്റെ മാർത്തോമാ വിദ്യാലയത്തിൽ നിന്ന് ഞാൻ അധ്യാപനം ആരംഭിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ശ്രേഷ്ഠനോട് പറയാനുള്ളത്, ഈ മേഖലയിൽ 33 സ്കൂളുകളാണ്. അപ്പോ ഇത്തരം വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെ അംഗീകരിക്കാൻ മനസ്സിൽ കാണിച്ചതിൽ വളരെ സന്തോഷം. സർക്കാർ അംഗീകരിക്കുക, അങ്ങനെ ഒരു അംഗീകാരം തരാറില്ല. കുട്ടികളുടെ രക്ഷിതാക്കൾ അംഗീകാരം തരാറില്ല. കുഞ്ഞുങ്ങൾക്ക് അത്ര ഒരു അംഗീകാരം ലഭിക്കുന്ന പലതുമല്ല. അപ്പൊ ആകെ ഇതൊരു മാതൃകയായി മാറുകയാണ്. എന്നെ അംഗീകരിക്കുന്നതിലൂടെ എന്റെ പിൻതലമുറകൾ നിങ്ങളെ സമീപിക്കും. ഇതുപോലെ അവർ അപ്ലൈ ചെയ്തിരിക്കും. അവർക്ക് വേണ്ടി ഞാൻ ഈ അഞ്ചുമുതൽ ആദ്യം സമർപ്പിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകുന്നു. 2024 പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുന്നത് തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ശ്രീ റോബിൻസൺ പി ആണ്. ബന്ധന വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മുഖ്യധാര വിദ്യാഭ്യാസത്തിന് ഗുണഫലങ്ങൾ നേടിക്കൊടുക്കുവാൻ ശ്രീ റോബിൻസൺ പി നടത്തുന്ന നിരന്തര ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്. ശ്രവണ പരിമിതി വിദ്യാർത്ഥികൾ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ ശ്രീ റോബിൻസൺ പി ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതികളെ അവാർഡ് നിർണയ കമ്മിറ്റി തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ശ്രവണ പരിമിതി വിദ്യാർത്ഥികൾക്കായുള്ള ഓൺലൈൻ ക്ലാസുകൾ, തൊഴിൽ പരിശീലനം, പഠനോപകരണ വിതരണം എന്നിങ്ങനെ വിദ്യാഭ്യാസ സാമ്പത്തിക ക്ഷേമത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരുടെ സാമൂഹ്യവൽക്കരണത്തിന് റോബിൻസൺ നേതൃത്വം നൽകുന്നു. പഠനാന്തരീക്ഷ ഗുണനിലവാരം ഉയർത്തുന്നതിന് തന്റെ സ്കൂളിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിനൊപ്പം ബന്ധന വിദ്യാർത്ഥികളുടെ ആദ്യ സ്റ്റാർട്ടപ്പ് സാക്ഷാത്കരിക്കുന്നതിന് പിന്നിലും റോബിൻസൺ പ്രാർത്ഥിച്ചു. ശ്രവണ പരിമിതി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ സമൂഹ സമക്ഷം എത്തിക്കുന്നതിനോടൊപ്പം അധികാര കേന്ദ്രങ്ങൾ സമ്മർദ്ദം ചെലുത്തി ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ റോബിൻസൺ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. അധ്യാപന രംഗത്തെ നിസ്തുല സേവനത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും അംഗീകാരമായി 25,000 രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും അടങ്ങുന്ന റവറന്റ് ഡോക്ടർ TC ജോർജ് പുരസ്കാരവും സമ്മാനിക്കും. എന്തായാലും ഇനി നമുക്ക് അതിഥിയിലേക്ക് പോകാം. ഇന്ന് ശുഭദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവായ ജഗതി ബധിര വിദ്യാലയത്തിലെ അധ്യാപകൻ ശ്രീ പി റോബിൻസൺ സാറിനെ സ്വാഗതം. ബധിര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് സാർ ആ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം? അത് ഞാൻ TTC പഠിക്കുന്നത് തിരുവല്ല മാർത്തോമ ട്രെയിനിങ് സെൻ്ററിലാണ്. അപ്പോൾ ഒരു ദിവസം ഉച്ചയായപ്പോൾ ഞാനിങ്ങനെ പൊതുനിരത്തിലൂടെ നടക്കാൻ പോയി. ഒരു തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർ റോഡാണ്. വരുന്ന വഴിയിൽ റൈറ്റ് സൈഡിൽ CSIയുടെ ബധിര വിദ്യാലയം എന്ന് ഒരു ബോർഡ് കണ്ടു. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് വലത്തോട്ട് തിരിഞ്ഞു. ഈ ക്ലാസ് റൂമിൻ്റെ പടിക്കലെത്തി. അപ്പോഴാണ് അവിടുത്തെ ഒരു അധ്യാപകൻ കുട്ടികളെ ഇങ്ങനെ രണ്ട് വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സിമ്പൽ കാണിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഇത് രണ്ടും എനിക്കന്ന് ഓർമ്മയുള്ളൂ. അപ്പോൾ എനിക്കിത് ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. ഞാൻ ജസ്റ്റ് 2 സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് നോക്കി. അപ്പോൾ സാറിൻ്റെ മുഖത്ത് നോക്കി. ഞാൻ പിന്നെ അവരെ ശല്യം ചെയ്തില്ല. സാർ ഇത്രയും കണ്ടിട്ട് ഞാൻ തിരിച്ചു പോകും. ഈ പ്രേക്ഷകർക്കായിട്ട് 2 ആൽഫബറ്റ് എന്ന് പറഞ്ഞത് A എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഓക്കെ. B, C,
ഡി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ റോബിൻസൺ സാർ ഈ വർഷം നമ്മുടെ സർവീസിൽ നിന്നും വിരമിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ഒരു ആശംസ പറയുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരുപാട് കാലമായി ഈ ബധിര വിദ്യാഭ്യാസ മേഖലയിൽ തൻ്റെതായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തൻ്റെ കർമ്മപഥങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ഈ വർഷം വിരമിക്കുകയാണ് റോബിൻസൺ സാർ. എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായി പരിചയമുണ്ട്. നമ്മുടെ പാഠപുസ്തക രചനയിലും ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മാണത്തിലും കൂടാതെ പല പല പരിപാടികളിലും സെമിനാറുകളിലും ട്രെയിനിങ്ങുകളിലും ഒക്കെ നിറസാന്നിധ്യമായ റോബിൻസൺ സാറ് ഈ വർഷം നമ്മുടെ മേഖലയിൽ നിന്നും വിട്ടുപോവുകയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ജീവിതവും ഈ ബധിര മേഖലയ്ക്ക് തന്നെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. I would like to share something I experienced in this wonderful school. Here, I see that everyone's unique and special in their own way. നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അവിടെ അവരുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെക്കാളേറെ അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ കുട്ടികളുടെ വരികയും അവരുടെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അവരുടെ കഴിവുകളും. ഈ അധ്യയന വർഷം മാർച്ച് മാസം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീ റോബിൻസൺ സാർ, അദ്ദേഹം ജഗതി ബധിര വിദ്യാലയത്തിലെ അധ്യാപകനാണ്. ശ്രീ റോബിൻസൺ സാർ എൻ്റെ ദീർഘകാലങ്ങളായിട്ടുള്ള സുഹൃത്തും അതുപോലെ തന്നെ തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ കാര്യക്ഷമത തെളിയിച്ച വ്യക്തിയുമാണ്. അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്തും കുട്ടികളിൽ ഗുണകരമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിനും നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിന് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട റോബിൻസൺ സാർ എന്ന സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വ്യക്തിമുദ്ര പതിച്ച ശ്രീ റോബിൻസൺ സാറിന് ഇനിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ആരോഗ്യപൂർണവും ഊർജ്ജസ്വലവുമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.
മന്ത്രിസഭ. ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി ജീവിച്ച അധ്യാപകൻ, മികച്ച സംഘാടകൻ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കുന്നത്തുകാർ എന്ന തന്റെ ഗ്രാമത്തിനും, അധ്യാപകൻ എന്ന നിലയിൽ തന്റെ സഹ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ സ്മരിക്കുന്നു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്ന ശ്രീ റോബിൻസൺ സാറിന് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ മൂവേലിക്കര MP സ്കൂളിലെ പ്രഥമ അധ്യാപകൻ എന്ന നിലയിൽ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ സ്കൂളിൽ തന്നെ പറയേണ്ട പദ്ധതി എന്ന് പറയുന്നത്, നമ്മൾ 2 വർഷം മുമ്പ് മികവിന്റെ കേന്ദ്രമായി നമ്മുടെ സ്കൂളിനെ തെരഞ്ഞെടുത്തിരുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചിരുന്നത് സാറാണ്. സാറിന് ആ പ്രവർത്തനങ്ങളിൽ നല്ലൊരു അഭിപ്രായം നമ്മുടെ DTA നിന്ന് ലഭിക്കുകയുണ്ടായി. അതുപോലെ പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ ലോഗോ, നമ്മുടെ എംബ്ലം, പിന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി പ്രവർത്തിച്ചു. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാറിന്റെ പ്രവർത്തനം പറയേണ്ടതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ. ഇതും ഇനിയും സാറ് നമുക്ക് ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. റോബിൻസൺ സാറ് എൻ്റെ ഒരു അറിവിൽ മികച്ച സംഘാടകനാണ്, ലളിത ജീവിതം നയിക്കുന്നവനാണ്. പ്രിയപ്പെട്ട റോബിൻ സാർ, 2025 മാർച്ചിൽ അങ്ങ് സർവീസിൽ നിന്ന് വിരമിക്കുകയാണെന്ന് അറിഞ്ഞു. അധ്യാപനം എന്ന മഹത്തായ കർമ്മം മൂല്യാധിഷ്ഠിതവും സേവനാത്മകവും വരും തലമുറകൾക്ക് മാതൃകാപരവുമാണ് എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ച അധ്യാപകനാണ് ശ്രീ റോബിൻ സാർ. എനിക്ക് PTA പ്രസിഡന്റായി അവസരം ലഭിച്ച 4 വർഷക്കാലവും ജഗതി സ്പെഷ്യൽ സ്കൂളിലെ നിരവധി വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് തോളോട് നിന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്ന കാര്യം ഞാൻ ചാരിതാർത്ഥത്തോടെ ഓർമ്മിക്കുന്നു. റോബിൻസൺ സാർ 3 പതിറ്റാണ്ടുകളിലേറെയായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന ശ്രവണ സംസാര വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ശാക്തീകരണ വിദ്യാഭ്യാസ പ്രതിഭാസ മേഖലകളിലെ സമർപ്പിത വ്യക്തിത്വമാണ്. റോബിൻസൺ സാർ മികച്ച സംഘാടകനായും കഴിവുറ്റ അധ്യാപകനായും
അധ്യാപക സംഘടനാ നേതാവായും അധ്യാപക പരിശീലകനായും പാഠപുസ്തക അനുരൂപീകരണ വിദഗ്ധനായും നല്ല സഹൃദനായും സ്നേഹിതനായും സഹായിയായും 2 പതിറ്റാണ്ടിലേറെയായി ജഗതി ഗവൺമെൻറ് ബദിര വിദ്യാലയത്തിൽ നിറ സാന്നിധ്യമാണ്. ഏറെ കഴിവുള്ള കഠിനാധ്വാനിയായ ബദിര വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏറെ കാഴ്ചപ്പാടുകളുള്ള അധ്യാപകനാണ് ശ്രീ റോബിൻസൺ സാർ. അദ്ദേഹത്തിന് സർവ്വവിധ മംഗളങ്ങളും നേരുന്നു. തിരുവനന്തപുരം സർക്കാർ ബദിര വിദ്യാലയത്തിലെ 26 വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന അധ്യാപകനാണ് ശ്രീ റോബിൻസൺ സാറ്. ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം സോഷ്യൽ സ്റ്റഡീസ് ആണ് സാർ പഠിപ്പിക്കുന്നത്. ഈ മാർച്ച് 31-ന് അദ്ദേഹം ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിസ്തുല്യമായിരുന്നു ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അദ്ദേഹമായിരുന്നു. ഇനി SSLC ബുക്ക് നഷ്ടപ്പെട്ടവരുടെയും ഓഫീസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ ആര് വന്നാലും അത് വളരെ സത്യസന്ധതയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ നിർവഹിക്കുന്നതിന് എനിക്ക് മറ്റൊരാളെ കണ്ടെത്തേണ്ടതില്ല. സാറ് തന്നെ അത് നിർവഹിക്കുമായിരുന്നു. അതുപോലെ ഇവിടുത്തെ SRG കൺവീനർ ആയിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ വളരെ നന്നായിട്ട് അത് ഫിനിഷ് ചെയ്ത് ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിപ്രഭാവമുള്ള അധ്യാപകനായിരുന്നു ശ്രീ റോബിൻസൺ സാറ്. മുതൽ ഈ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ മുതൽ പരിചയപ്പെട്ട വ്യക്തിയാണ്. ഇന്നേ വരെ ആ സൗഹൃദം ഞാൻ മനസ്സിൽ കരുതുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ സാർ നിൽക്കാറുണ്ട്. അതിൽ പ്രത്യേകമായി പറയാനുള്ളത് നമ്മുടെ USD ഗ്ലോബലുമായി ഒത്തുചേർന്ന് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഡ്രസ്സ് വാങ്ങി നൽകുകയും ഡിജിറ്റൽ വൗച്ചർ നൽകുകയും അതുപോലെ തന്നെ ബാഗുകൾ നൽകുകയും ചെയ്യുന്നതിന് സാർ എടുത്ത ഒരു എഫേർട്ട് നമുക്ക് പ്രശംസനീയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർപ്രറ്ററായിട്ട് സാർ വർക്ക് ചെയ്തു. ഇത്രയും വർഷങ്ങളായിട്ട് VHSC വിഭാഗത്തിന്റെ ഇന്റർപ്രറ്ററായി വർക്ക് ചെയ്തു. സാറിന്റെ ഭാവി ജീവിതത്തിന് നമ്മുടെ വിഭാഗത്തിലെ എല്ലാ ജീവനക്കാരുടെയും പേരിൽ ഭാവുകങ്ങൾ ആശംസിക്കുന്നു. ഞാൻ റോബിൻ സാറിനെ പരിചയപ്പെടുന്നത് 2023 നവംബർ മാസത്തിൽ കളമശ്ശേരിയിൽ നടന്ന ബധിരമൂക വിദ്യാർത്ഥികളുടെ സംസ്ഥാന കലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. ബധിരമൂക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും സാറുമായിട്ട് സംസാരിക്കാൻ പറ്റി. സാർ ഈ മേഖലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറെ അഭിമാനം തോന്നി. ഇത് ഗവൺമെൻറ് ബധിര വിദ്യാലയം ജഗതി തിരുവനന്തപുരം സർക്കാർ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ബധിരർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ കാണുന്ന ഹോസ്റ്റൽ സംവിധാനമാണ് ഏറ്റവും പുതുതായിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് നേതൃത്വം കൊടുക്കുന്നത്. സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ നടന്നു വരുന്നത്. ഇത് 11 കോടിയോളം രൂപയാണ് ഗവൺമെന്റ് ഇതിനു വേണ്ടി മുതൽ മുടക്കിയേക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഹാളാണ്. ഇത് ഈ സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, ശ്രദ്ധയാകർഷിക്കുന്ന, ഏവരും ഉറ്റുനോക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പ്രോജക്റ്റാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി റൂം. ബഹുമാനപ്പെട്ട DPI അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണിത്. അദ്ദേഹം ഇവിടെ സന്ദർശിച്ചപ്പോൾ ആദ്യം മുന്നോട്ട് വെച്ച പ്രപ്പോസലാണിത്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഓഡിയോളജി സ്പീച്ച് തെറാപ്പി റൂം. എത്ര മനോഹരം എന്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എന്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എന്റെ
വിദ്യാലയം എന്തു മധുരമീ ഓർമ്മകൾക്ക്. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എൻ്റെ കൂടെ വരൂ. സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. വിറയാർന്ന ചുണ്ടിൽ നിന്നുതിരാത്ത വാക്കുകൾ അകതാരിലെങ്ങോ വിതുമ്പി നിന്നു. മിഴികളയച്ചെന്ന് കാത്തിരുന്നു. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമല മധുനുകരാനാ പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം എന്തു മധുരമീ ഓർമ്മകൾക്ക്.